തൃശ്ശൂർ നടുവിലല്ലേ വിമൻസ് ഫുഡ് കോർട്ട് എന്നുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വിമൻസ് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വരുന്നത്. എന്തായാലും കയറുമ്പോഴേക്ക് വിശപ്പോ. അങ്ങനെ ഞങ്ങൾ മേലെത്തി. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കയറി വന്നതിൻ്റെ ക്ഷീണം കാറ്റ് കൊണ്ടുപോയി എന്ന് പറയാം. ഊണിന് ഇന്നും നാളെയും എന്തൊക്കെയുണ്ടെന്നോ ഇവർ ആദ്യമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ മീൽസിൻ്റെ ഭാഗത്തൊന്നും ആളില്ല കേട്ടോ. ഞങ്ങളെന്തായാലും ടോക്കൺ എടുത്തു. ഇവിടെ മുൻകൂറാണ് ടോക്കൺ. ദീപുനെ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വലിയ ഇലയാണ് കിട്ടിയേട്ടാ. ഞാൻ ഭയങ്കര ഹാപ്പി. ചേച്ചി ആദ്യം തന്നെ പച്ചച്ചോറാണ് വിളമ്പിയത്. ഇത് വെറുതെ തിന്നേണ്ടി വരുന്നോ ആലോചിക്കുമ്പോഴേക്കും ഭാഗ്യത്തിന് സാമ്പാർ വന്നു കേട്ടോ. പിന്നെ മീൻ വന്നു. ഒരു ഡബിൾ ഓംലെറ്റ് പറഞ്ഞ അത് എത്തി. കൂട്ടുകാരും കൂടി വന്നപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നല്ല അടിപൊളി കായോപ്പേരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു സർവേ ഉണ്ട്. നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള തക്കാളിക്കറി മിസ്സിങ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഓംലെറ്റ് നല്ല സോഫ്റ്റും മീൻ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അതേ പാൽപ്പായസം ഉണ്ട്. ദീപു എന്നെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ആദ്യം തന്നെ പപ്പടം എടുത്ത് വിതറി. പിന്നെ മീനിൻ്റെ ഒരു കഷ്ണം എടുത്ത് ആൾ സ്റ്റാർട്ട് ചെയ്തുട്ടാ. അങ്ങനെ ആദ്യത്തെ പോളിങ്ങിൻ്റെ റിസൾട്ട് വന്നു. ഈ കായപ്പേരുണ്ടല്ലോ അതെനിക്ക് എന്നൊരു വീക്ക്നെസ് ആയിരുന്നു. ഒരു ലേശം സാമ്പാറും ആ കായപ്പേരും കൂടി കുഴച്ച് ഒരു പിണ്ടി അങ്ങോട്ട് അകത്തായി. എല്ലാ കറിയും നല്ല അടിപൊളിയുണ്ട്. നല്ല വിശപ്പുണ്ടായോണ്ടേ പപ്പടം ഞാൻ പെട്ടെന്ന് ഓർമ്മയിലാണ് അവിടെ പൊടിച്ചു. എന്നിട്ട് കുറച്ച് കായപ്പേരുണ്ടല്ലോ ആ ബാക്കിയുള്ള കായപ്പേരും കൂടി അതിൽ മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണില്ല. പെട്ടെന്ന് പരിപാടികളാണ് അവസാനിപ്പിക്കുക. ഞാനൊരു കാര്യം മറന്നുട്ടാ, ഈ ഓംലെറ്റിൻ്റെ കാര്യം. പെട്ടെന്ന് ഊണ് കഴിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകല്ലോ. പകുതി ഓംലെറ്റ് ദീപുവിന് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് പച്ചച്ചോറും ഈ ഓംലെറ്റും കൂടി കഴിക്കാൻ വിചാരിച്ചു. യെസ്, മുട്ട പൊരിച്ചത് ചോറ് മാത്രം. ദീപം എന്തായാലും പിന്നെ കായപ്പേര് വാങ്ങേണ്ടത് കേട്ടോ. ഇവൾക്ക് ഈ കായപ്പേരിൽ ആരെയും കൈവശം കൊടുത്തതാവോ. അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിച്ച് പാൽപ്പായസം കുടിച്ച് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടോ. ഊണ് ദീപുവിന് നല്ല രീതിയിൽ ബോധിച്ചു. പക്ഷെ പായസം അത്ര കൂടി ഇഷ്ടമായില്ല കേട്ടോ. ഊണ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് 50 രൂപയ്ക്കുള്ള ജ്യൂസ് കൊടുക്കേണ്ടതൊക്കെ. പപ്പായ ഉണ്ട്, നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, പേരയ്ക്കുണ്ട്, പിന്നെ ഓറഞ്ചും ഉണ്ട്. ഇവിടെ ഓർഡർ ചെയ്യാൻ പറ്റുമോ ചേച്ചി? അപ്പോൾ ഒരു പപ്പായയും ഒരു മിൻറ്റ് ലൈമും ഒരു ഗ്രേപ്പ് ലൈം എന്നാ കുടിച്ചത്? കട്ടിയുണ്ട്. ഇത് സ്ട്രോ ഇല്ലാണ്ട് കുടിക്കാനുള്ളത്. കഴിഞ്ഞ ടേസ്റ്റ് ഒക്കെ ചോദിച്ചാൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? മതിയാ? വേണമെങ്കിൽ പറഞ്ഞ പറയാം പപ്പായ. നീ ആദ്യം ചോദിക്കണ്ടേ? സാറില്ല, നമുക്ക് കുറച്ച് എൻ്റെ കുടിക്കാം. ഓക്കെ. ഈ കാണുന്ന ദേവകിയുടെ കാര്യണ്ടല്ലോ, അവിടെ 10 രൂപയ്ക്ക് സംഭാരം കൊടുക്കണ്ടെന്നു. എന്താ സംഭാരം കുടിച്ചാലാ? കിലോ ആണോ? 62. ഇത് 100? ഇത് എത്ര? അവൻ വെണ്ണ പുതിന കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ല. 10 രൂപ ഗ്ലാസ് അല്ലേ? ചൂടത്ത് ഇതിലേക്ക് കാണാൻ വലിയൊരു അനുഗ്രഹമില്ല. ലൈമും മറ്റേത് കുടിക്കണല്ലേ? 10 രൂപയുടെ സംഭാരം കുടിച്ചാൽ വയറ് നിറഞ്ഞു. ഇത് എന്താ പറയാ, 10 രൂപയ്ക്ക് ഇത്രയും ഈ വലിയ ഗ്ലാസ് സംഭാരം. അത് മാരി കിട്ടില്ല. നല്ല കാന്താരികളൊക്കെ കിട്ടുന്നില്ല. കയറുന്നില്ല അടിക്കുമ്പോ. എൻ്റെ ജീവിതത്തിൽ ഇത്ര സന്തോഷത്തിൽ ഞാൻ 20 രൂപ കൊടുത്തില്ല ചേട്ടാ.
എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ പരിപാടികളൊക്കെ ഉഷാറായി. സംഭാരവും ഊണും രണ്ടും കലക്കി.